Good morning, one and all. My dear students, നമ്മുടെ ഒരു പുതിയ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു. ഇതൊരു വെക്കേഷൻ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വെക്കേഷൻ സമയത്തും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ ആ ഒരു മനസ്സ്, അതിന് ആദ്യം തന്നെ ഒരു നന്ദി പറയാം. നമ്മുടെ വെക്കേഷൻ സമയം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു സമയമാണ്, അല്ലാതെ നമ്മളത് വേസ്റ്റ് ആക്കി കളയാനുള്ള ഒരു സമയമല്ല. ഒരു ചിട്ടയായ രീതിയിലുള്ള ഒരു പഠന സംവിധാനത്തിൽ നിന്നും മാറി നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പഠിക്കാനും വീട്ടിലിരുന്ന് പഠിക്കാനും എവിടെങ്കിലും പോയി പഠിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ വെക്കേഷൻ. അല്ലാതെ അത് കളിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ടൈമല്ല. ഓക്കെ, ഇന്ന് നമ്മുടെ ഉദ്ഘാടന സെഷനാണ്. നമുക്ക് നമ്മുടെ പരിപാടി ഒന്ന് ഉദ്ഘാടനം ചെയ്യാം. പ്രിയ രക്ഷിതാക്കളോടായി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു പഠനം, നല്ലൊരു ക്ലാസ് കിട്ടണമെന്നുള്ളതും അവർ എല്ലാ വിഷയങ്ങളിലും മികവുറ്റവരാകണമെന്നതും. പക്ഷെ അതിനുള്ള മാർഗങ്ങൾ പല സമയത്തും നമുക്ക് കിട്ടാറില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ രീതിയിലേക്ക് അത് മാറാറില്ല. ഇതൊക്കെയാണ് പലരുടെയും പ്രശ്നം. ചില ആളുകളുടെ പ്രശ്നം അവരെ ശ്രദ്ധിക്കാൻ പറ്റാറില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ. ഇതാണ് നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ. ഇതിലെ ഒരു പരിധി എന്നോണം നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ ക്ലാസ് അവർക്ക് കളർഫുള്ളായ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ നൽകുകയും സിമ്പിളായ രീതിയിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസന്റേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ ഒരു ടൈമിൽ മാത്രമേ ഇത് അവർക്ക് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ കുറഞ്ഞ സമയത്ത് കൊടുത്ത് അവർക്കതിനോട് മുഷിപ്പുണ്ടാകുന്ന രീതിയിൽ ഒട്ടും തന്നെ ഈ ക്ലാസ്സുകൾ പോകുന്നില്ല. അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വശം. പിന്നെ പേരന്റ് ശ്രദ്ധിക്കേണ്ടത്, ഒരു ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതായത് LP UP ക്ലാസ്സിലെ കുട്ടികൾ, ഇവര് നമ്മൾ നിരന്തരം അവരുടെ പിറകിൽ നടന്നാൽ മാത്രമാണ് അവർക്ക് പഠിക്കാനുള്ള ഒരു ടെൻഡൻസി മിക്ക കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. ചില കുട്ടികൾക്ക് സ്വമേധയാ ഉണ്ടാകാറുണ്ട്. അപ്പൊ പേരൻസിന്റെ ഒരു സപ്പോർട്ട് ഇതിന് അത്യന്താപേക്ഷിതമാണ്. അവരെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിരുത്തി ഇനി നിങ്ങൾ പഠിച്ചോളി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ പഠനം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രായത്തിൽ, ടീനേജ് വരെ, നമ്മുടെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ഈ ഒരു സർക്കിള് ഏത് സമയത്തും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. രക്ഷിതാക്കളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ മക്കളുടെയും ടീച്ചറെയും മാത്രമാക്കി കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകില്ല. രക്ഷിതാക്കളും കുട്ടികളും മാത്രമായി കഴിഞ്ഞാൽ പഠനം മുന്നോട്ട് പോയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണി അറ്റ് കഴിഞ്ഞാൽ ആ ഒരു പഠനത്തിനെ അത് ബാധിക്കും. ഇതാണ് നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള പഠന ഒരു പ്രശ്നങ്ങൾ. എന്നാൽ 10ാം ക്ലാസ് എത്തുന്നതോടുകൂടെ അവർക്കൊരു ബോധം വരാൻ തുടങ്ങും. അവർ സ്വയം പഠിക്കാനുള്ള ഒരു ആർജവം അവർക്കുണ്ടാകും. അവർക്ക് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി, അവര് പഠിച്ചോളും. ഇനി 10ാം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ, ഹയർ സെക്കൻഡറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് വലിയ സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കണ്ട. അവരുടെ വിഷയങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചോളും. അവരെ നമ്മൾ ഒരു പരിപാടിക്ക് വിളിച്ചാൽ പോലും അവർക്ക് സമയം ഉണ്ടാവില്ല. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും.
എഴുതാനുണ്ടാകും, അസൈൻമെന്റ് ഉണ്ടാകും, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് അവർ ബിസിയായി മാറും ഈ പഠന രംഗത്ത്. ഇതാണ് ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ. കോളേജിലൊക്കെ എത്തുമ്പോൾ പിന്നെ പറയണ്ട, അവരുടേതായ ഒരു ലോകത്തിലൂടെ പോകാൻ തുടങ്ങും. പഠന വിഷയമാണ് ഞാൻ പറയുന്നത്. അതിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അവരുടെ ഇഷ്ടമുള്ള വിഷയങ്ങൾ എടുക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നു, അവരെ ഇഷ്ടമുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത് ക്ലാസ്സുകൾ കേൾക്കുന്നു. ഈ രീതിയിലൊക്കെ കോളേജ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമ്മുടെ ഒരു സപ്പോർട്ട്, ഒരു കൈത്താങ് എന്തായാലും ആവശ്യമാണ്. ഇതാണ് ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ഇനി രണ്ടാമത്, ക്ലാസ്സുകൾ കേൾക്കുക, ഇവിടെ ഇരുന്ന് കേൾക്കുക, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. ഇതിലുപരി ക്ലാസ്സുകൾ ചോദിക്കുന്നതിന് റെസ്പോണ്ട് നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. എല്ലാ സമയത്തും മ്യൂട്ടാക്കുന്ന ഓപ്ഷൻ അല്ല. പറയുന്ന സമയത്ത് നിങ്ങൾ ഓൺ ചെയ്യുക, മൈക്ക് ഓൺ ചെയ്യുക, ഉത്തരം പറയുക, മൈക്ക് ഓഫ് ചെയ്യുക. അപ്പോ ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ വായിൽ നിന്നും ഈ ഒരു ഉത്തരം വരണം. ഞാൻ ഇവിടെ കേട്ടാലും കേട്ടില്ലെങ്കിലും നിങ്ങളോട് പറഞ്ഞോളണം. അതാണ് നമ്മുടെ ഈ ഒരു പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ പല പ്രശ്നങ്ങളും മാറുള്ളൂ. ഒന്ന്, നമ്മുടെ ഒരു ഫിയർ, ഒരു പേടി, ഉത്തരം പറഞ്ഞ തെറ്റോ എന്നുള്ള പേടി മാറണമെങ്കിൽ നമുക്ക് അനായാസം ഉത്തരം പറഞ്ഞ് ശീലിക്കാൻ കഴിയണം. എല്ലാത്തിനും ശീലം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഉത്തരം പറയാനല്ല ഞാൻ പറയുന്നത്, ആദ്യം ജസ്റ്റ് ഒരു എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഒരു റഫ് നോട്ട് ബുക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും അവിടെ കയ്യിൽ കരുതണം. റഫ്, ഉദാഹരണത്തിന് ഇന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് പറയുമ്പോൾ നിങ്ങളോട് എഴുതാനാണ് ആദ്യം പറയുക. നിങ്ങൾ എല്ലാവരും എഴുതി വെക്കുക. മറ്റത് പറയുന്ന ഒരാള് ഫസ്റ്റ് തന്നെ ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഉത്തരം കണ്ടെത്തുന്ന ഒരു ഓപ്ഷൻ അവിടെ ഇല്ലാതായിപ്പോ. അപ്പോൾ ആദ്യം ഉത്തരം എഴുതുക, പിന്നെ പറയുമ്പോൾ നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ ഓരോരുത്തരും ഒന്നിച്ചാണ് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളുടെ ആൻസർ അവിടെ വന്നു. നിങ്ങൾ ഒരാളത് കേൾക്കാതെ തന്നെ നിങ്ങളുടെ ആൻസർ അവിടെ എഴുതി. ഈ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു നോട്ട് ബുക്ക് കയ്യിൽ കരുതണം. അത് ഈ ക്ലാസിന്റെ സമയത്ത് വെക്കണ്ട, നിങ്ങൾ റഫ് മതി. ക്ലാസ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് പറയുന്ന കാര്യങ്ങൾ, ഇതേപോലെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടിയിട്ടുള്ള എഴുത്തുകളെ അവിടെ ആവശ്യം വരുള്ളൂ. അല്ലാത്തതൊക്കെ നോട്ടായിട്ട് ഞാൻ അയച്ചു തരും. പിന്നെ ഇതെല്ലാം നിങ്ങളെ നോട്ട് ബുക്കിൽ ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഇത് ഒരു ദിവസം എഴുതാൻ മറന്നാൽ അടുത്ത ദിവസവും മറക്കും, പിറ്റേ ദിവസം മടിയാകും, പിന്നെ എഴുതാൻ പറ്റാതാകും. അപ്പോൾ എല്ലാ ദിവസവും അന്നന്ന് തരുന്നത് അന്നന്ന് എഴുതുക. അല്ലെങ്കിൽ ഇതൊരു കോൺട്രാക്ട് ഏൽപ്പിച്ച പോലെ, ഒരു കരാറെടുത്ത പോലെ ഉള്ള ഒരു പണിയായി മാറും. അതുകൊണ്ട് ഡെയിലി ആ ഹോംവർക്കുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഡെയിലി ദിനേന ചെയ്യുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം. പിന്നെ റീഡിങ്, റൈറ്റിംഗ് പ്രാക്ടീസുകൾ. റീഡിങ് ഉണ്ടാവും. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ ഒരു ചെറിയൊരു പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫ് നിങ്ങൾ വായിച്ച് എനിക്ക് വോയിസ് ആയിട്ട് അയച്ചു തരണം. ആ വായിക്കുന്നതിന് മുമ്പ് ആ റീഡിങ് പല ആവർത്തി നിങ്ങൾ കേൾക്കണം. പല ആവർത്തി കേട്ടിട്ട് അതിന്റെ പ്രൊണൗൺസിയേഷൻ, അതിന്റെ ഉച്ചാരണം എങ്ങനെയാണ്, നമ്മളൊരു മംഗ്ലീഷ് ലെവലിൽ നിന്ന് മാറി ഒരു ഇംഗ്ലീഷ് ലെവലിലേക്ക് മാറണമെങ്കിൽ അതിന്റെ അതേ രീതിയിലുള്ള പ്രൊനൗൺസിയേഷന് നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ആ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓരോ ദിവസവും വരുന്ന ആ വീഡിയോ ഓഡിയോ ക്ലിപ്പാണ്. ആ ക്ലിപ്പുകൾ നിങ്ങൾ അതേപോലെ കേട്ട് അത് വോയിസ് ആയിട്ട് അയച്ചു തരിക. ആദ്യമൊക്കെ ചില പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രയാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ്സിന് പങ്കെടുത്തത്. ഇതെല്ലാം ഈസി ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ ആവശ്യമില്ല എന്നുള്ളത് ഓർക്കുക. പ്രയാസം ഒരു വിഷയമല്ല. ആ പ്രയാസം മറികടക്കലാണ് ഈ ഒരു 2 മാസം തീരുമ്പോൾ നിങ്ങൾ അടുത്ത സ്കൂളിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒരു കോൺഫിഡന്റ് ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ കയറി ചെല്ലണം. നിങ്ങളോട് ചോദിക്കണം, നീ എന്താണ് ഈ വെക്കേഷനിൽ ചെയ്തത് എന്നൊന്നും മറ്റു കുട്ടികൾ. ആ രീതിയിൽ നിങ്ങളുടെ ഇതിൽ മാറ്റം ഉണ്ടാകണം. മാറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം അത്യാവശ്യമാണ്. ഞങ്ങളിവിടെ ഉറപ്പിച്ചിട്ടും ഇവിടെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടും പ്രസന്റേഷൻ അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ പ്രവർത്തനമാണ് അതിന്റെ വിജയം. ഹോംവർക്കുകൾ അന്നുള്ളത് അന്ന് തന്നെ അയച്ചു തരിക.
ഇതൊക്കെയാണ് അതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതൊരു വിഷയവും പ്രാക്ടീസാണ് അതിന്റെ നിദാനം. നമ്മൾക്കറിയാം, നമ്മൾക്ക് ഇംഗ്ലീഷ് അറിയുന്ന, ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പക്ഷെ പല ആളുകൾക്കും അത് സംസാരിക്കാൻ പറ്റാത്തത് അത് സംസാരിച്ച് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് മലയാളം അറിയാം. നമ്മളോട് ഒരു സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്കുകളോ സെന്റൻസുകളോ പ്രയോഗങ്ങളോ ഒന്നും തന്നെ നമ്മുടെ വായിൽ വരില്ല. നമ്മൾ പറയുന്നത് നാവ് ആ ലെവലിലേക്ക് ഇങ്ങോട്ട് കിട്ടൂല. ഇതെന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്റ്റേജ് ഫിയർ ആണ്. നമ്മൾ അവിടെ ചെന്ന് ശീലിച്ചിട്ടില്ല. അല്ലാതെ നമുക്ക് മലയാളം അറിയാനിട്ടല്ല, ആ ഒരു ശീലം ഇല്ലാഞ്ഞിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ പഠനത്തിന് നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷിൽ ഇപ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ ഇപ്പൊ UP തലത്തിൽ LP തലത്തിലൊക്കെ വരുന്നതാണ് പാരഗ്രാഫ് എഴുതാൻ. അതേപോലെ തന്നെ LSS USS വരുന്നതാണ് പാരഗ്രാഫ്. നിങ്ങൾ എന്തിനെങ്കിലും ഡിസ്ക്രൈബ് അബൌട്ട് എനിത്തിങ്, ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോ നമുക്ക് ആശയം ഉണ്ടായിട്ട് കാര്യമില്ല, അത് എങ്ങനെ എഴുതണം. ഉദാഹരണത്തിന് നിങ്ങളെ വീടിന് മുന്നിലുള്ള ഒരു പൂന്തോട്ടത്തെ കുറിച്ച് എഴുതാം. അപ്പൊ എന്റെ വീടിന് മുന്നിൽ പൂന്തോട്ടം ഉണ്ട്. ആ പൂന്തോട്ടത്തിൽ ഞങ്ങൾ എന്നും കളിക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, അവിടെ പക്ഷികൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള വരുന്ന ഒരുപാട് ആശയങ്ങൾ നമുക്കിവിടെ എഴുതി പിടിപ്പിക്കണമെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് അറിയണ്ടേ. പിന്നെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാകാത്തതിന്റെ ആ സ്ട്രക്ചർ റെഡി ആവുന്നില്ല. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നമ്മൾ ചേർന്നിട്ടുള്ളത്. ഇതിനകത്ത് ബേസിക് ആയ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യും. കവർ ചെയ്തതിനു ശേഷം ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതെന്തായാലും ആ ഭാഗവും നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ഇത്രയാണ് ഈ ഒരു പാരന്റ് മീറ്റിംഗിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ടെക്നിക്കൽ വശങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ഇത് ഓൺലൈൻ ആണ്. ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ അവിടെ നിന്ന് കേൾക്കുന്നു. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇത് ഏതിലൂടെയൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. നമുക്കിതിന്റെ രണ്ടറ്റങ്ങൾ മാത്രം കൺട്രോൾ ചെയ്യാനേ കഴിയുന്നുള്ളൂ. ഇത്രയും സംവിധാനം നിങ്ങൾ അടുത്തെത്തുന്നു, നിങ്ങൾ എവിടെ ഇരുന്നും കേൾക്കുന്നു. ഇതിന്റെ ഇടയിൽ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല ടെക്നിക്കൽ വശങ്ങൾ. അപ്പോ നമ്മൾ മാത്രമല്ല ഇതിനകത്തുള്ളത്, ഇതിനകത്ത് ഒരുപാട് ടീമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ വസ്ത്രധാരണം അത് വളരെ നമ്മൾ റൂമിലാണെന്ന് കരുതി, പിന്നെ അതേപോലെ നമ്മൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ കരുതി നമ്മൾ വസ്ത്രത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ ആരും ഇല്ലല്ലോ എന്നാണ് നമ്മൾ റൂമിലുള്ള കരുതുക, പക്ഷെ ഓൺലൈനാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ക്യാമറ ആവശ്യമെങ്കിലാണ് ഓൺ ആക്കേണ്ടതുള്ളൂ. ക്യാമറ ഓൺ ആക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല, ആവശ്യമുള്ളക്കാർക്ക് ഓൺ ആക്കാം. അല്ലാതെ ക്യാമറ ഓൺ ആക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ നല്ല സൗണ്ട് ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത്, അലോസരങ്ങളില്ലാത്തൊരു സ്ഥലത്തിരിക്കുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധ ഇതിലേക്ക് അറ്റൻഷൻ കിട്ടുള്ളൂ. അത് ഒരുപാട് സൗണ്ടുകൾ അപ്പുറത്തൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിത് കേൾക്കാനും ശ്രദ്ധിക്കാനും പറ്റാത്തൊരവസ്ഥ വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സൈലന്റ് ആയ നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തുക. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഉള്ള ഭാഗത്ത് നിങ്ങൾ ഇരിക്കാൻ നോക്കുക. മറ്റേത് ക്ലാസ് ഒടിഞ്ഞൊക്കെ കേൾക്കുമ്പോൾ ക്ലാസ് തന്നെ ഒരു അരോചകമായി തോന്നും. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് കേൾക്കുന്നില്ലെങ്കിൽ മുറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നതാവില്ല കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു വിഷയങ്ങൾ അതിനകത്ത് വരും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ പേന, നോട്ട്ബുക്ക്, റഫ് നോട്ട്ബുക്ക് ഇതെന്തായാലും കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പുസ്തകം ഇതിനു വേണ്ടിയിട്ട്, ചെറിയൊരു പുസ്തകം, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ പഠിച്ച പാഠത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നല്ലൊരു പുസ്തകം ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പുതിയൊരു പുസ്തകം വാങ്ങണമെന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് എഴുതിയിട്ട് അയച്ചു തരുമ്പോൾ നല്ല വൃത്തിയുള്ള ഭാഗത്ത് എഴുതി അയച്ചു തരാം. പിന്നെ എഴുത്തും കൂടി ഇതിനകത്ത് വളരെ പ്രധാനമാണ്. നിങ്ങളോട് ഒരു ഹോംവർക്ക് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളുടെ ഒരു എഴുത്ത് അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് എഴുതിയ പോലെ ആവരുത് നാളെ എഴുതുന്നത്. അതിൽ നിന്നും ഒരു മെച്ചപ്പെടൽ ഉണ്ടായിരിക്കും. മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒന്നായിട്ട് എഴുതാൻ തീരുമാനിച്ചിരുന്നാൽ, ഒരാഴ്ചയിലുള്ള ഒന്നായിട്ട് എഴുതാൻ തീരുമാനിച്ചാൽ വിഷയം എന്താണെന്ന് മനസ്സിലാവില്ല. എഴുത്തൊരു കരാറടിസ്ഥാനത്തിലുള്ളതാകും. അപ്പൊ അതിന്റെ ഒരു മെച്ചപ്പെടുത്തൽ ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ദിനേന നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്തു പോരുക. ഇതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ കൂടുതലൊന്നും വേറെ വിഷയങ്ങൾ പറയാനില്ല. ക്ലാസ് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എല്ലാവരും കയറുക.
പിന്നെ ഈ കയറുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എല്ലാവരും ക്ലാസ്സിൽ കയറുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പാരന്റിങ് സെഷനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് എല്ലാവരും ഓക്കെ ആണെന്ന് പറഞ്ഞേ. ഇനി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ നമ്മുടെ മൈക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ മൈക്കും ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറഞ്ഞാൽ മതി. നമ്മളിവിടെ ക്ലാസ്, നിങ്ങൾ ഈ അക്ഷരങ്ങൾ കണ്ടിട്ട് ഇത് LKG UKG ക്ലാസ് ആണെന്ന് കരുതരുത്. ഇത് നമ്മുടെ ഒരു ബേസിക്, ഏത് കാര്യം ബേസിക് പറയുമ്പോൾ അതിന്റെ അക്ഷരങ്ങൾ മുതലാണ് തുടങ്ങുന്നത്. നമ്മൾ അക്ഷരങ്ങളല്ല പഠിക്കുന്നത്. പക്ഷെ അക്ഷരങ്ങളിൽ ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കാൻ പോവാണ്. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്, സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനും വഴിയില്ല. ഇനി ഈ അക്ഷരങ്ങളിൽ ചില പ്രത്യേകതകളുണ്ട്. ഇതില് നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പറഞ്ഞ, ഇതില് ഈ ഒരു റെഡിൽ കൊടുത്തു ആ അക്ഷരങ്ങൾക്ക് നമ്മൾ എന്താ പറയാ? വവ്വൽസ്. എന്താണ് വവ്വൽസ്? എന്തിനാണ് നമ്മൾ വവ്വൽസ് ഉപയോഗിക്കുന്നത്? ആർക്കും പറയാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചിഹ്നങ്ങൾ. വെരി ഗുഡ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചിഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ വവ്വൽസ് എന്ന് പറയുന്നത്. ഇനി വവ്വൽസ് അല്ലാത്ത 2 തരം അക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് വവ്വൽസ് ആണ്, മറ്റേത് കോൺസണൻസ് ആണ്. വവ്വൽസ് അല്ലാത്ത അക്ഷരങ്ങൾക്കാണ് നമ്മൾ കോൺസണന്റ് എന്ന് പറയുന്നത്. അപ്പോ AEIOU എന്നുള്ള ആ ഒരു വവ്വൽസ് അല്ലാത്ത അക്ഷരങ്ങൾക്ക് നമ്മൾ കോൺസണന്റ് എന്ന് പറയാം. അലൂഫ സാറല്ലേ? ഇതില് റെഡിൽ കൊടുത്തിട്ടുള്ളതാണ് വവ്വൽസ്. ഇനി വവ്വൽസ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് താഴെ കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ കുറച്ച് അക്ഷരങ്ങൾ മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ വവ്വൽസുകൾ എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മലയാളത്തിലും ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ മലയാളത്തിൽ കൊടുത്ത ക എന്നുള്ള അക്ഷരം, ഇനി അതിനുശേഷം കൊടുത്ത ക എന്നുള്ള അക്ഷരം, ഇവിടെ ഒരു നീട്ടാനൊരു ദീർഘം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക എന്നുള്ളത് വായിക്കുന്നു. കി എന്നുള്ളതിന് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കൊടുത്തു, അപ്പൊ കി എന്ന് വായിക്കുന്നു. കി എന്നുള്ളതിന് ഇങ്ങനെ ഒരു സാധനം കൊടുത്തു. ഇങ്ങനെയുള്ള കുറെ ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ കൂ, കെ, കായ്, ഇതില് ഈ ഒരു വയലറ്റ് കളറിൽ കൊടുത്തതൊക്കെ എന്താണ്? അതിന് കൊടുത്ത ചിഹ്നങ്ങളാണ്. അതില്ലെങ്കിൽ വെറും ക എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇംഗ്ലീഷിൽ ഈ ചിഹ്നങ്ങൾക്ക് പകരം കൊടുക്കുന്നത് ഈ വവ്വൽസുകളാണ്. ക എന്നുള്ളതിന് കെ എ, ക എന്നുള്ളതിന് കെ എ, കി എന്നുള്ളതിന് കെ ഐ, കി, കെ ഇ ഇ, കി, കെ യു കു, കു, കെ ഒ ഒ, കെ കെ ഇ, കായ്, കെ എ ഐ, കോ, കെ ഒ. ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷില് ചിഹ്നങ്ങൾ കൊടുക്കുന്നതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ. താഴെ കൗ എന്നുണ്ട്, കെ ഒ യു, കൗ. ഇങ്ങനെ കൊടുക്കുന്ന ഈ അക്ഷരങ്ങളാണ് യഥാർത്ഥത്തില് AEIOU. ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സൗണ്ട് കൊടുക്കുന്നത്, ഒരു അക്ഷരത്തിന് സൗണ്ട് കൊടുക്കുന്നത്. ഇപ്പൊ കെ മാത്രമാണെന്നുള്ള ഉള്ളെങ്കിൽ ക്ക് എന്നൊരു സൗണ്ടാണ് ക്ക്. എസ് മാത്രം ഉള്ളെങ്കിൽ സ്. എസിന്റെ കൂടെ എ വരുമ്പോഴാണ് സ എന്നുള്ള ആ ഒരു സൗണ്ട് വരുന്നത്. എസിന്റെ കൂടെ ഐ വരുമ്പോഴാണ് സി എന്നുള്ളൊരു സൗണ്ട് വരുന്നത്. ഇതിനാണ് നമ്മൾ ഈ ഒരു വവ്വൽസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ?
ക്ലിയർ ആയോ? മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മൈക്ക് ഓൺ ചെയ്യുക. ക്ലിയർ ആയില്ല എന്ന് പറയാ. ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ. ഇനി ഇതാണ് ഇപ്പൊ നമ്മൾ ആ ക എന്നുള്ള സാധനവും കെ എന്നുള്ള സാധനവും മാറ്റിയപ്പോ ബാക്കി വന്നത്. ഇതിനകത്ത് ക എന്നുള്ള പച്ചയിലുള്ളതും കെ എന്നുള്ള ചുവപ്പിലുള്ളതും മാറ്റിക്കഴിഞ്ഞാൽ, അക്ഷരങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി ചിഹ്നങ്ങൾ ബാക്കിയായി. ആ ചിഹ്നങ്ങൾ വയലറ്റിലും നീലയിലും കാണുന്ന അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആ നീലയിൽ കാണുന്നതൊക്കെ എന്താണ്? നമ്മളെ ഈ വവ്വൽസിൽ ഉൾപ്പെട്ട അക്ഷരങ്ങളാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വവ്വൽസ് ഉപയോഗിക്കുന്നത്. ഒരു അക്ഷരങ്ങൾക്ക് സൗണ്ട് കൊടുക്കാൻ, അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അക്ഷരങ്ങൾക്ക് കൊടുക്കുന്ന ചിഹ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വവ്വൽസുകൾ. ഇനി എ ആൻഡ് ആൻ, ഈ രണ്ട് സാധനങ്ങൾ, ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന ഒരു ഗ്രാമറിന്റെ ആദ്യ വശം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ എ ഉപയോഗിക്കണം, എവിടെ ആൻ ഉപയോഗിക്കണം, എന്താണ് എ, എന്താണ് ആൻ, എന്താണ് ഇതൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഫസ്റ്റ് എ ബുക്ക്, എ കാർ, എ സ്കൂൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നതാണ്. പിന്നെ ദ സൺ, ദ മൂൺ, ദ ടേബിൾ, അങ്ങനെ ദ എന്നുള്ളതും നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിന്റെ പേര്, ഇതാണ് നമ്മൾ പറയുന്നത്. Indefinite article. Indefinite article. ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇതിൽ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന സൗണ്ട് അല്ല, ഇതിനകത്ത് വരുന്ന സൗണ്ട് കേൾക്കും. അത് കേട്ടോ? ഇല്ല. ഓക്കെ, 8 മിനിറ്റ്. Indefinite article. ഇപ്പൊ കേട്ടോ? ഓക്കെ, ആ ഉദ്ഘാടന സെഷനിലും കുറച്ച് സൗണ്ടുകൾ ഉണ്ടായിരുന്നു. അത് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. എന്നാലും ഓക്കെ, ഇനി സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നാണ് എ, ആൻ എന്നുള്ള ഈ ഒരു ഇതിന് പറയുന്നത്, ആർട്ടിക്കിളുകൾക്ക് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു എന്നാണ്, ആൻ എന്നുള്ളതിനും ഒരു എന്നാണ്. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ക്ലിപ്തമല്ലാത്തത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ക്ലിപ്തമല്ലാത്തത്, അത് കൃത്യമല്ലാത്തത്, ഏതോ ഒരു എന്നാണ്, പക്ഷെ ഏതോ ഒരു ആണ് അർത്ഥം. എന്താണ് അർത്ഥം? ഏതോ ഒരു. ഇപ്പോ ഞാൻ ഒരു കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞാൽ മുമ്പ് പരിചയമില്ലാത്തൊരു കുട്ടിയെ കാണുമ്പോഴാണ് നമ്മൾ ഞാൻ ഒരു കുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്നത്. മലയാളത്തില് ഓൺ എന്നുള്ളതിനും എ എന്നുള്ളതിനും ഒരു എന്നാണ് അർത്ഥം, പക്ഷെ വ്യത്യാസമുണ്ട്, രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോ എ, ആൻ എന്ന് പറയുന്നത് ഞാൻ ഏതോ ഒരു സാധനത്തെ കണ്ടു. ഐ സോ എ കാർ, ഞാനൊരു കാറ് കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് അറിയില്ല അത് ഏത് കാറാണെന്നുള്ളത്. അപ്പൊ അതിനാണ് നമ്മൾ, അതായത് കൺഫേം അല്ല, ഏത് കാറാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അങ്ങനത്തെ സാധനത്തിനാണ് നമ്മൾ എ എന്ന് പറയുന്നത്. അതിനാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അത് കൃത്യമല്ലാത്തത്, അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനി തുടർന്ന് വരുമ്പോ അത് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഇപ്പൊ അതിന്റെ വേർഡൊക്കെ കേട്ടിട്ട് ബേജാറാവണ്ട. ഇത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതായത് നമ്മൾക്ക് കേട്ട് പരിചയമുള്ള സാധനങ്ങൾ. അതായത് ഞാൻ പറയാണ് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സ്കൂൾ, നമ്മളുടെ സ്കൂളിലേക്ക് നമ്മളാണ് ചിന്തിക്കും. നമ്മൾ എവിടെയാണ് സ്കൂൾ, ആ സ്കൂളിൽ ചിന്തിക്കും ദ സ്കൂൾ. ദ ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട് ചിന്തിക്കും.
ഞാൻ എ ഹൗസ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു വീട്, അത് വേറെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് ആ വീട് എങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതാണ് ഒരു വ്യത്യാസം. ഇതാന്ന് പറയുമ്പോൾ നമ്മളത് അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു സാധനം. നമ്മൾ ദ മാൻ എന്ന് പറഞ്ഞു. ദ മാൻ, ഒരു പുരുഷൻ. ദ മാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഒരാള്, അയാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ദ മാൻ ഈസ് സിറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. ആ മനുഷ്യന് മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളും ഞാനും ആലോചിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരാളെ കുറിച്ച് പറയുമ്പോഴാണ് ദ മാൻ ഈസ് സിറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. അയാൾ അങ്ങാടിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങാടിയിൽ അയാളെ ഞാൻ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ആ ആൾ ആരാന്നുള്ളത് കേൾക്കുന്ന ആൾക്കും പറയുന്ന ആൾക്കും അത് ക്ലിയർ ആവും. ഇനി ഞാൻ പറയാണ്, ഐ സോ എ മാൻ സിറ്റിംഗ് ഇൻ ദ മാർക്കറ്റ്. ഒരു മനുഷ്യൻ അങ്ങാടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ആ മനുഷ്യൻ ഏതാന്നുള്ളത്. ഇനി ആ മനുഷ്യനെ കുറിച്ച് ഞാൻ ബാക്കി പറഞ്ഞു തന്നിട്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെയുള്ള ആളായിരുന്നു അങ്ങനെയുള്ള ആളായിരുന്നു എന്ന് പറയണം. അപ്പോ അതാണ് അതിന്റെ വ്യത്യാസം. എ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ആൻ എന്ന് പറയും, ഇതാന്നുള്ളതിലും വ്യത്യാസം അതാണ്. അത് ക്ലിയർ ആയോ? Yes, sir. Yes, sir. ക്ലിയർ. ഏതായാലും ഈ ക്ലാസ് തീരുമ്പോഴും അതിനൊരു തീരുമാനം എന്തായാലും ആകും. ഇനി മനസ്സിലാകാത്തവർക്ക് തുടക്കത്തിലായതുകൊണ്ടായിരിക്കാം. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. ഇല്ലെങ്കിൽ അത് പറയണം നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഇനി എ എവിടെ ഉപയോഗിക്കണം, ആന എവിടെ ഉപയോഗിക്കണം? ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം ഒരു എന്നാണ്. ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് എന്ന അർത്ഥത്തിനല്ല, ഒന്നിനെ തന്നെ പറയുള്ളൂ എങ്കിൽ പോലും ഒന്ന് എന്ന അർത്ഥത്തിനല്ല ഉപയോഗിക്കുന്നത്. ഒന്ന് എന്നുള്ളതിന് ON എന്നുള്ള ON എന്നാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്നത് ഏതോ ഒരു അതിനാണ് നമ്മൾ ON എന്ന് എ ആൻ ഉപയോഗിക്കുന്നത്. ON എന്ന് പറഞ്ഞാൽ ഒന്ന്. എ എവിടെയാണ് ഉപയോഗിക്കല്, ആൻ എവിടെയാണ് ഉപയോഗിക്കല്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു എന്നുള്ളതിന് ഉപയോഗിക്കുന്നതാണ് എയും ആനും. അത് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? അക്ഷരങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നതിനൊക്കെ ആൻ ഉപയോഗിക്കണം, അല്ലാത്തതിന് ഏൻ ഉപയോഗിക്കണം. വവ്വൽസ് അക്ഷരങ്ങൾ തുടങ്ങുന്ന വേർഡുകൾക്ക് മുന്നിൽ എന്നാണ് നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ളത് ആൻ ഉപയോഗിക്കേണ്ടത്. വവ്വൽസ് അക്ഷരങ്ങൾ തുടങ്ങുന്നതിന് അവിടെ അക്ഷരങ്ങളല്ല തുടങ്ങുന്നത്. അവിടെ നമ്മൾ ആ വവ്വൽസ് അക്ഷരങ്ങൾ പഠിച്ച സൗണ്ടുകൾ ഉണ്ടല്ലോ. വവ്വൽസ് ആണ് നമ്മൾ മലയാളത്തിന് തന്നെ നോക്കിയാൽ മതി. ആ ഇ ഉ എ ഒ ഔ അം ആ എന്നൊക്കെ പറഞ്ഞ ആ ഒരു സൗണ്ട് വരുന്ന അതിനൊക്കെ മുന്നില് ആ ഒരു സൗണ്ട് ഇംഗ്ലീഷിലൊക്കെ വരികയാണെങ്കിൽ അതിന് മുന്നിൽ ആൻ ഉപയോഗിക്കണം. ആ സൗണ്ട് വരുന്നെങ്കിൽ. അപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞു അപ്പടെ ആ ആണ് വന്നത്. ഇയർ എന്ന് പറഞ്ഞു അവിടെ ഇ ആണ് വന്നത്. അപ്പൊ അതിന്റെ മുന്നിലൊക്കെ ആൻ ഉപയോഗിക്കണം. യാ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ എ ആണ് ഉപയോഗിക്കേണ്ടത്. യാ ഈ ഇതിൽ പെട്ടതല്ല. ഈ എന്നുള്ളതിൽ ഇതിൽ പെട്ടതല്ല. യാ എന്നുള്ള സൗണ്ട് നമ്മൾ മലയാളത്തിൽ സ്വരങ്ങൾ എന്ന് പറയുന്നു. മലയാളത്തിൽ തുടക്കത്തിൽ ആദ്യം ആ വരെ എഴുതുന്ന ഈ ഒരു സൗണ്ട് വരുന്നത് എവിടെയാണോ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആനാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ എ ഉപയോഗിക്കരുത്. അപ്പൊ കോൺസണന്റ് സൗണ്ട് വരുന്നിടത്താണ്. അവിടെ അക്ഷരങ്ങൾക്കല്ല പ്രാധാന്യം, സൗണ്ടിനാണ്. പക്ഷെ ഈ അക്ഷരങ്ങൾ ഉള്ളിടത്തെ ആ സൗണ്ട് സാധാരണ വരാറുള്ളൂ. അപ്പൊ കോൺസണന്റ് അക്ഷരങ്ങൾ സൗണ്ട് വരുന്ന അതിന് മുന്നിൽ എ ഉപയോഗിക്കണം. പിന്നെ വവ്വൽസ് സൗണ്ട് വരുന്നതിന് മുമ്പ് ആനും ഉപയോഗിക്കണം. അത് ഉദാഹരണങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ക്ലിയർ ആകും. ഇപ്പോ എ ബസ്. ബി എന്നുള്ളത് നമ്മൾ ഇ ഉ എന്നുള്ളതിലൊന്നും പെട്ടതല്ല. ബായാണ് തുടങ്ങുന്നത്. ആ എ ഓ എന്നുള്ള സൗണ്ട് വന്നാലേ നമ്മൾ ആൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ബസ് എന്ന് പറയുമ്പോൾ ബി ആണ്. അപ്പൊ എ ഉപയോഗിച്ചു. കമ്പ്യൂട്ടർ അവിടെ കായാണ് വരുന്നത്. സി അക്ഷരമെങ്കിലും നമ്മൾ ഉച്ചരിക്കുന്നത് കായാണ്. ക്യാറ്റ് കായാണ് ഉപയോഗിക്കുന്നത്. ഇനി സി ആണെങ്കിൽ പോലും അവിടെ എ ആണ് വരുന്നുള്ളൂ. നമ്മൾ ഈ താഴെ കൊടുത്ത മലയാളത്തിൽ കൊടുത്ത ഈ അക്ഷരങ്ങളിലൊന്നും പെട്ട അക്ഷരത്തിന്റെ സൗണ്ട് അല്ല തുടക്കത്തിൽ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയോ? ക്ലിയർ ആകാത്തതാണോ എസ് ഇപ്പൊ പറഞ്ഞത്?
ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് എല്ലാവരുടെയും ഒരു റെസ്പോൺസ് ഉണ്ടാവണം. കാരണം ഇതിന് വാ തുറന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇരുത്തന്തേ ഉണ്ടാവുള്ളൂ. വാ തുറന്നാലേ നമുക്ക് ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് അല്ലെങ്കിൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും ഒന്നുകൂടി പറയാണ്, നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസണന്റ് സൗണ്ടുകൾ, അത് വൊവൽസ് അല്ലാതെ, വൊവൽസ് എന്ന് പറഞ്ഞാൽ ആ ഇ ഉ എ ഐ ഒ ഔ എന്ന് പറഞ്ഞ ഈ ഒരു സൗണ്ട് അല്ലാത്തതിന് മുന്നിലാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. എ ബുക്ക്, എ ലയൺ. ഇനി ആൻ ഉപയോഗിക്കുന്നത് ആ സൗണ്ട് വരുന്നതിന് മുമ്പിലാണ്. ആൻ ആപ്പിൾ, ആൻ ആപ്പിൾ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നമുക്ക് ഇവിടെ ഈ ഒരു സ്പേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻ ആപ്പിൾ എന്ന് ഒന്നിച്ചാണ് പറയാൻ പറ്റും. ആൻ ആപ്പിൾ അങ്ങനെ പറയാൻ പറ്റുന്നതിന് മുമ്പാണ് ആൻ വരുള്ളൂ. ഇപ്പൊ ഇവിടെ എ ചേർത്തുന്നാൽ എ ആപ്പിൾ, ഒരു ബ്രേക്കഡ് വരും. എ ആപ്പിൾ, വേറെ പറയണം, ആപ്പിൾ വേറെ പറയണം. അപ്പോ ആൻ ഇവിടെ ചേരുമ്പോഴേ ആൻ ആപ്പിൾ എന്ന് ചേർത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ചേർത്ത് പറയാൻ പറ്റണം ആൻ ഉപയോഗിക്കുമ്പോൾ, അവിടെ ആന് വരുള്ളൂ. ഇപ്പൊ ബുക്ക്, ഇപ്പൊ തന്നെ ലയൺ, ഇവിടെ ആൻ ഉപയോഗിച്ചാൽ ആനയൺ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ആൻ ലയൺ വേറെ തന്നെ പറയാൻ കഴിയുള്ളൂ, ആൻ ലയൺ. അപ്പോ അവിടെ അങ്ങനെ വേറിട്ട് പറയാൻ പറ്റുന്നുവെങ്കിൽ അവിടെ ആൻ ഉപയോഗിക്കരുത്. അത് വേറെ ടിപ്പായിട്ട് പറഞ്ഞതാണ്, അല്ലാതെ അതിന്റെ നിയമമല്ല. ആൻ ലയൺ എന്നാണ് വേറിട്ട് പറയേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് എ ലയൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെയുള്ള ആൻ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമുക്ക് ചേർത്ത് പറയാം ആൻ ആപ്പിൾ. ഇനി ബാക്കിയുള്ളതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആൻ ആപ്പിൾ. ഇതെന്താ വായിക്കുക? നിങ്ങളൊന്ന് വായിച്ചേ. ചേർത്താണ് വായിക്കാൻ പറ്റും. ആൻ എലഫന്റ്, ആൻ എലഫന്റ്. അവിടെ എലഫന്റ്, എലഫന്റ് അവിടെ ബ്രേക്ക് വരും. അപ്പൊ ബ്രേക്ക് വരാതെ പോകണം ഈ ഒരു ഇതിൽ വരുന്നത്, നമ്മുടെ വൊവൽസ് സൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. ആൻ എലഫന്റ്, ആൻ എലഫന്റ്. അപ്പോൾ എ എന്നുള്ള സൗണ്ട് വന്നതുകൊണ്ടാണ് ഈ ഒരു മലയാളത്തിൽ ഈ ഒരു അക്ഷരം വന്ന് ഇവിടെ, അതുകൊണ്ടാണ് ആൻ ഉപയോഗിച്ചിട്ടുള്ളത്. നവനീത് ആ മൈക്കൊന്ന് ഓഫ് ചെയ്ത്. ആൻ ഇമേജ്, ആൻ ഇമേജ്. അവിടെ ഈ മലയാളത്തിലെ ഈ അക്ഷരം ഇവിടെ വന്നു, ഇതിന്റെ സൗണ്ട് തുടക്കത്തില് ഈ ആൻ ഇമേജ്. അപ്പൊ ആൻ ഉപയോഗിച്ചു. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഈ സൗണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആൻ ഉപയോഗിക്കണം. ആൻ അംബ്രല്ല, ഇത് അംബ്രല്ല എന്ന് പറയുമ്പോൾ ആയാണ് സൗണ്ട്. ആൻ അംബ്രല്ല, യു പറയുന്നില്ല. ഊ പറഞ്ഞാലും എന്താണ് ഈ ആനെന്നെ വരിക, പക്ഷെ അവിടെ ഊ അല്ല സൗണ്ട്, അംബ്രല്ല, ആൻ അംബ്രല്ല. അപ്പൊ ഈ മലയാളത്തിലെ ആ എന്നുള്ള ഈ ഒരു സൗണ്ടാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു. ഇതെന്ത് വായിക്കാം? ആനിയർ. അപ്പൊ ആനിയർ എന്നുള്ളത് നമ്മള് ഈ എന്നുള്ള സൗണ്ടാണ് വന്നുള്ളത്. ഈ എന്ന സൗണ്ട് വന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇവിടെ ആൻ ഉപയോഗിക്കാം. ഈ ഇവിടെ മലയാളത്തിൽ കൊടുത്ത ഈ സൗണ്ടാണ് ഇവിടെ വന്നത്, ആനിയർ. ഇതെന്താ വായിക്കാം? ആനായി, ആനായി. അവിടെ നമ്മളെ മലയാളത്തിലെ ഈ ഒരു സൗണ്ട് വന്നു, ആയി, ആയി. ആയി എന്ന് വന്നാലും ആ സൗണ്ടാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. ആ എന്ന് പറയുന്നത് ആ സൗണ്ടാണ്, ആയി, ആയി. ആ സൗണ്ട് തന്നെയാണ് വരുന്നത്. ഐ ആയാലും ആയാലും ഒക്കെ ഈ ഒരു ആനാണ് വരേണ്ടത്. പ്ലീസ് റീഡ്. An option. An opinion. അവിടെ നമ്മൾ കൊടുത്ത ഈ ഓ അവിടെ വന്നു, ആൻ ഒപ്പീനിയൻ, ആൻ ഒപ്പീനിയൻ. നേരത്തെ ആരോ ഓപ്ഷൻ എന്ന് വായിച്ചു, അങ്ങനെയാണെങ്കിലും ഓപ്ഷൻ ആണെങ്കിലും ആൻ ഓപ്ഷൻ എന്ന് തന്നെ വായിക്കാം. ഇനി ഇവിടെ യു എന്തിനാണ്
എ വന്നത്? യു അവിടെ യു ആണ് സ്റ്റാർട്ടെങ്കിലും എ വന്നത് എന്തുകൊണ്ടാണ്? Sir, അത് സൗണ്ട് ആണ്. അതിന്റെ സൗണ്ട് എന്താണ്? യാ സൗണ്ട് ആണ്. ഇങ്ങനെ യു എന്നാണ് വരുന്നത്. ഈ യു എന്ന് പറഞ്ഞ സാധനം നമ്മൾ താഴെ കൊടുത്ത ഈ ബ്ലാക്കിൽ കൊടുത്ത ഒരു അക്ഷരത്തിന്റെ സൗണ്ടും അല്ല. അപ്പൊ അത് ഏതിലാ പെടുക? കോൺസണന്റ് സൗണ്ടിലാണ് വരുന്നത്. വവ്വൽസിൽപ്പെട്ട യു യഥാർത്ഥത്തിൽ ഇവിടെ കോൺസണന്റ് സൗണ്ട് ആണ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ എ ഉപയോഗിച്ചത്. ക്ലിയർ ആയോ? ക്ലിയർ ആകാത്തവര് ഒന്ന് പറയണം. ക്ലിയർ ആകാത്തവർ ഒന്നും കൂടി പറയണമെങ്കിൽ ഞാൻ പറയാം. ഇവിടെ യു എന്ന് വന്നത് എന്നതുകൊണ്ടാണ് നമ്മളിവിടെ എ ഉപയോഗിച്ചത്. അവിടെ ഉ എന്നാണെങ്കിൽ നമ്മൾ നേരത്തെ അംബ്രല്ല എന്ന് പറഞ്ഞു, അവിടെ ആ സൗണ്ടാണ് വന്നത്. ഇനി അത് ഉ എന്നാണ് ഇനി വേറെ എവിടെയെങ്കിലും ഉ എന്ന് സൗണ്ട് വരികയാണെങ്കിൽ അവിടെയൊക്കെ ആനാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഈ യുവിന് ഇവിടെ യു കൊടുത്തപ്പോൾ യു എന്ന സൗണ്ടാണ് വന്നത്. യു, യൂണിയൻ. യ എന്നുള്ള സാധനം ഈ താഴെ കൊടുത്ത ഈ മലയാള അക്ഷരങ്ങളിൽ ഇല്ല. അതായത് വവ്വൽസ് സൗണ്ടിൽ പെട്ടതല്ല. അതുകൊണ്ട് എ വന്നു. ഇനി അതേപോലെ തന്നെയാണ് എ യൂറോപ്യൻ. എ യൂറോപ്യൻ. യൂറോപ്പ് എന്നുള്ളത് ഒരു യൂറോപ്പുകാരൻ, യൂറോപ്പ് നാട്ടിലുള്ള ഒരാള് എന്നാണ് അതിന്റെ മീനിങ്. അപ്പോ എ യൂറോപ്യൻ, യൂറോപ്പുകാരൻ. അപ്പോ യാ എന്ന സൗണ്ട് ആണ് ഇവിടെയും വന്നത്. അതുകൊണ്ടാണ് എ ഉപയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഈ വവ്വൽസിൽ പെട്ടതാണ്. ഈ വവ്വൽസിൽ പെട്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ്? അവിടെ വവ്വൽസിന് അല്ല, സൗണ്ട് എന്താണെന്ന് നോക്കിയത്. സൗണ്ട് നോക്കുമ്പോൾ ഈ വവ്വൽസ് സൗണ്ടിൽ പെട്ടതല്ല, അത് കോൺസണന്റ് സൗണ്ടിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് എ വന്നത്. വവ്വൽസ് സൗണ്ട് അല്ല അവിടെ വന്നിട്ടുള്ളത്. എ യൂണിഫോം. ഇനി നിങ്ങൾ സ്കൂളിലൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വേർഡാണ് യൂണിഫോം എന്നുള്ളത്. അവിടെ ആനാണോ എ ആണോ എന്താണ് ഉപയോഗിക്കേണ്ടത്? എ എന്തുകൊണ്ട് ഉപയോഗിച്ചു? എല്ലാവരും പറയും. അവിടെ യാ എന്നുള്ള സൗണ്ട് വന്നത്, ഊ എന്നുള്ള സൗണ്ട് അല്ല, അല്ലെങ്കിൽ ആ എന്നുള്ള സൗണ്ടോ ഇ എ ഐ ഓ എന്നുള്ള സൗണ്ട് ഒന്നും അല്ല വന്നത്. യാ എന്ന സൗണ്ടാണ് വന്നത്. അതുകൊണ്ട് എ യൂണിഫോം എന്ന് പറഞ്ഞു. ഇനി നേരെ തിരിച്ച്, അതായത് വവ്വൽസ് അക്ഷരങ്ങളിൽ പെടാത്തൊരു അക്ഷരം വന്നു, പക്ഷെ വവ്വൽസിന്റെ സൗണ്ടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു. ഇതെങ്ങനെ വായിക്കാന്ന് വായിച്ചേ? ഹോണസ്റ്റ് എന്ന് എച്ച് വെച്ച് വായിക്കുകയാണെങ്കിൽ അത് എ ഹോണസ്റ്റ് വായിക്കേണ്ടി വരും. എ എന്ന് പറയേണ്ടി വരും. ഹ ആണെങ്കിൽ, ഹ എന്നുള്ളത് വവ്വൽസിൽ പെട്ടതല്ലല്ലോ. ഇവിടെ എച്ച് പറഞ്ഞാൽ എ പറയേണ്ടി വരും. പക്ഷെ എച്ച് ഇവിടെ വായിക്കുന്നില്ല. എച്ച് ഇല്ലാതെ ഓണസ്റ്റ് എന്നുള്ളൂ. ഓ എന്നുള്ള നമ്മുടെ മലയാളത്തിലുള്ള ഈ ഇതുണ്ടല്ലോ, ഈ ഓ കാണുന്നുണ്ടോ? ഈ ഓണസ്റ്റ് എന്നാണ്. അതുകൊണ്ടാണ് ആൻ ഓണസ്റ്റ് എന്നായത്. എച്ച് ആണ് വായിക്കുന്നതെങ്കിൽ, എച്ച് ഇവിടെ സൗണ്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഹൗസിന് എച്ച് വരുന്നുണ്ട്. അവിടെ ആന ഹൗസ് ആണോ എ ഹൗസ് ആണോ? എ ഹൗസ്. അവിടെ എച്ച് സൗണ്ട് ഉണ്ട്. ഇവിടെ യഥാർത്ഥത്തില് എച്ച് സൗണ്ട് ഇല്ല, ഇവിടെ ഓ സൗണ്ട് ആണുള്ളത്. അതുകൊണ്ട് ഓണസ്റ്റ്, ആൻ ഓണസ്റ്റ് എന്ന്. ഇനി ആൻ അവർ, ഇതെങ്ങനെ വായിക്കല്? ആൻ അവർ. എച്ച് ആണ് പറയുന്നെങ്കിൽ, ഹ എന്ന് പറയുന്നെങ്കിൽ, ഹ ഹ എന്ന് പറയുന്നുവെങ്കിൽ ആൻ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ ഹ എന്ന് ഉച്ചരിക്കുന്നില്ല, അവർ എന്ന് ഉപയോഗിക്കുന്നുള്ളൂ. എച്ച് സൈലന്റ് ആണ്. ആൻ അവർ, ആൻ അവർ. ഈ സൗണ്ടാണ് വരുന്നത്. അവർ, ആൻ അവർ. അപ്പൊ അതുകൊണ്ട് ആൻ ഉപയോഗിച്ചു. ഇനി ഇവിടെ എന്തുകൊണ്ട് എഫ് ഉപയോഗിച്ചപ്പോ എന്തുകൊണ്ട് ആൻ ഉപയോഗിച്ചു? എഫ് എ സൗണ്ട് ആണ് വരുന്നത്. എഫിന്റെ ഈ എ എന്നുള്ള ഒരു സൗണ്ടാണ് വരുന്നത്. എ എന്നുള്ള സൗണ്ടാണ് എഫ്. എ എഫ് 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 എന്നുള്ള സൗണ്ട് എ എന്നാണ് വരുന്നത്.
എ നമ്മൾ പറഞ്ഞ എഫ്. നമ്മൾ എഫ് എന്ന് പറയുമ്പോൾ എ സൗണ്ട്. ഇതിവിടെ ഫാബ്രിക് എന്ന് ഫാബ്രിക് എന്നാണെങ്കിൽ അവിടെ എ ഫാബ്രിക് ആണോ ആൻ ഫാബ്രിക് ആണോ? എ ഫാബ്രിക്. അത് ഫായാണ് സൗണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഫാ അല്ല വായിക്കുന്നത്, എഫ് ബി ഐ എന്നാണ് വായിക്കുന്നത്. എഫ് ബി ഐ. അപ്പോ എഫ് എന്നുള്ള ആ സൗണ്ടിനാണ് പ്രാധാന്യം. അപ്പൊ ആൻ എഫ് ബി ഐ അവിടെ ഈ എ ആണ് വരുന്നത്. എഫ് ബി ഐ ഏജന്റ്. ആൻ ഏജന്റ് ആണോ എ ഏജന്റ് ആണോ? ആൻ ഏജന്റ്. ആൻ എഫ് ബി ഐ ആൻ ഏജന്റ്. ഇവിടെ എഫിന്റെ സൗണ്ട് എ. എഫ് എന്നാണ്. എ സൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി പ്രാക്ടീസുകൾ നോക്കാം. നിങ്ങൾ ഉത്തരം, ഞാൻ പറഞ്ഞു ഉത്തരം നിങ്ങൾ നോട്ടിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ച് പറയാം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി നിങ്ങൾ പറയാം. കാരണം എങ്കിലേ എല്ലാവർക്കും ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ഉത്തരങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതിന്റെ ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എ ഉത്തരം കിട്ടിയവരുണ്ടോ? ആൻ ഉത്തരം കിട്ടിയവരുണ്ടോ? ആർക്കും കിട്ടിയില്ല? വെരി ഗുഡ്. അവിടെ ആൻ ഓവൻ. ആൻ ഓ എന്ന സൗണ്ട് ആണ് വരുന്നത്. അപ്പൊ ആൻ ഓവൻ. ഇനി ഇതിന്റെ ഉത്തരം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ. ഓക്കെ, അതിന്റെ ഉത്തരം എ കിട്ടിയവരുണ്ടോ? ആൻ കിട്ടിയവരുണ്ടോ? ആൻ കിട്ടിയവരുണ്ടോ? എല്ലാവരും പറയട്ടെ. എല്ലാവരും പറഞ്ഞാൽ മതി. നോ പറഞ്ഞാൽ മതി. ആൻ കിട്ടിയവരുണ്ടോ? നോ പറയണ്ട. എസ് ഉള്ളവര് എസ് പറഞ്ഞാൽ. ഇവിടെ വാ എന്നാണ്, വെഹിക്കിൾ ആണ്. വാ എന്നുള്ളത് എന്തിലല്ല പെട്ടതല്ല, വവ്വൽസിൽ പെട്ട സൗണ്ട് അല്ല. ആ ഇ ഒ ഐ ഒ യു എന്നുള്ള ആ എന്നുള്ള സൗണ്ട് അല്ല. അപ്പൊ അതുകൊണ്ട് എ വെഹിക്കിൾ. ഇവിടെ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ വേറൊരു പരിപാടി തൊട്ടടുത്ത് നടക്കുന്നുണ്ട്. അതിന്റെ വോയിസ് നിങ്ങൾക്ക് വല്ലാണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ? ഓക്കെ. അത് ഇന്നൊരു പരിപാടി ഉണ്ട് തൊട്ടടുത്ത്. ഇന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിന് ഉത്തരം എന്താണ്? ഉത്തരം കിട്ടിയവരുണ്ടോ? ഉത്തരം കിട്ടിയവർ? കിട്ടിയവരുണ്ടോ? ഓക്കെ, എം എൽ എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എം എൽ എ. ഇനി എ മദർ ആണോ ആൻ മദർ ആണോ? നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. എല്ലാം നോട്ട് ചെയ്യണം കേട്ടോ. നോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞിരിക്കരുത്. കാരണം നിങ്ങൾ ഉത്തരം ഒരാൾ പറയുന്നത് കേൾക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇതില് എ കിട്ടിയവരുണ്ടോ? ആൻ കിട്ടിയവരുണ്ടോ? ആൻ ഉത്തരം കിട്ടിയവര് ആരുമില്ലേ? ഓക്കെ, അപ്പൊ എ ആണ് കറക്റ്റ് ഉത്തരം. എ മദർ ആണ്. മദർ എന്നുള്ളത് വവൽസിൽപ്പെട്ട എം. മാ എന്നുള്ളത് വവൽസിൽപ്പെട്ടല്ല. എം ആണെന്നുണ്ടെങ്കിൽ അവിടെ ആൻ എം എൽ എ. എം എൽ എ എന്നുള്ളതിന് ആൻ എം എൽ എ എന്ന് വരുമായിരുന്നു.
ഇവിടെ മായാണ് സൗണ്ട് വന്നത്. മാ വന്നതുകൊണ്ട് അവിടെ എ ആണ് ഉപയോഗിച്ചത്. ഇനി എഞ്ചിനീയർ ഇവിടെ ഏതാണ് ഉപയോഗിക്കേണ്ടത്? ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സർ ഇതില് എൻജിൻ ആണല്ലോ കാണിച്ചിരിക്കുന്നത്. എന്താണ്? ഇതില് എഞ്ചിൻ, സോറി, എഞ്ചിൻ സോറി. ഓക്കെ, ഇതില് എ ഉത്തരം കിട്ടിയവരുണ്ടോ? ഉണ്ടോ? ഇനി ആൻ ഉത്തരം കിട്ടിയവരുണ്ടോ? ആൻ ഉത്തരം കിട്ടിയവരുണ്ട്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഏതാണ്? ആൻ എഞ്ചിനീയർ, എഞ്ചിനീയർ സോറി എഞ്ചിൻ, ആൻ എഞ്ചിൻ എന്നുള്ള എ ആണ് സൗണ്ട് വരുന്നത്. അതുകൊണ്ട് ഇനി മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മാലയല്ല, മല. അവിടെ ഏതാണ്? എ കിട്ടിയവരുണ്ടോ? ആന കിട്ടിയവർ? ആന കിട്ടിയവരാരെങ്കിലും? വെരി ഗുഡ്. അപ്പോ നമ്മുടെ ക്ലാസ് അവിടെ സക്സസ് ആണ്, മനസ്സിലായി. നിങ്ങൾ കറക്റ്റ് ആണ് ഉത്തരം പറയുന്നതെങ്കിൽ. ഇനി ഇൻസിഡന്റ് ഇത് നമ്മുടെ പരീക്ഷയിലൊക്കെ ഇപ്പൊ പാരഗ്രാഫ് കൊടുത്തിട്ട് അതിനകത്ത് തിരുത്താനുണ്ടാവും. റീറൈറ്റ് എന്നോ എഡിറ്റ് എന്നോ അങ്ങനെ എന്താണ് ഉണ്ടാവാറുണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അത് UP ഉണ്ടാവാറുണ്ട്. അതില് ഇങ്ങനത്തെ വിഷയങ്ങൾ വരാറില്ലേ UP ഉള്ളവര്? ഇങ്ങനെ ആന് വരാറുണ്ട്. എന്തായാലും ഒന്ന് വരും. കഴിഞ്ഞ എല്ലാ പരീക്ഷയിലും ഞാൻ കണ്ടെടുത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് അതേപോലെ തന്നെ LSS USS നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് USS ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആനാണ് അവിടെ വരുന്നത്. ഇത് ഉത്തരം പറയണ്ട. ഉത്തരം കിട്ടിയവരുണ്ടോ? ആന കിട്ടിയവരുണ്ടോ? ആന കിട്ടിയ ദിയാ മെഹറിൻ ആന കിട്ടിയിട്ടുണ്ട്. ആന എന്തുകൊണ്ടാണ് ആന കിട്ടിയത്? എന്തുകൊണ്ടാണ് ആന കിട്ടിയത്? അതിന്റെ ഫസ്റ്റ് ലെറ്റർ യു വവ്വൽസിൽ വരുന്നതാണ്. വവ്വൽസിൽ അക്ഷരം വരുന്നത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ സൗണ്ട് എന്താണ് വരുന്നതെന്നാണ് നോക്കേണ്ടത്. എന്ത് സൗണ്ടാണ് വരുന്നത്? യു എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്തിൽ പെട്ടതാ? നമ്മൾ യൂണിഫോം എന്ന് പറഞ്ഞില്ലേ? യൂണിഫോം. യാ എന്ന സൗണ്ടാണ് അവിടെ വരുന്നതെങ്കിൽ, യാ എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നതെങ്കിൽ അത് വവ്വൽസിൽ പെട്ടതല്ല. യാ യഥാർത്ഥത്തിൽ എ ഇ പിന്നെ അ ഇ ഉ എന്നുള്ള പറയുന്ന അതിൽ പെട്ടതല്ല യാ എന്നുള്ളത്. മനസ്സിലായോ? ഇപ്പോ യെല്ലോ എന്നുള്ളത് എന്താണ്? യെല്ലോ എന്നുള്ളത് യായാണ്. അവിടെ യെല്ലോ എന്നാണ് വരിക. ഇത് അതേപോലെ തന്നെ യൂണിക്കോൺ, യൂണിവേഴ്സിറ്റി, യൂണിഫോം, ഇതൊക്കെ യായാണ്. അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടത്. യൂണിഫോം. മനസ്സിലായോ? അവിടെ ഊ എന്നോ ആ എന്നോ എന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ ആന ഉപയോഗിക്കാം. അവിടെ ആനാണ് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആയോ? ഇല്ല, നമ്മളിപ്പോ നേരത്തെ കാണിച്ചുതരാം. ഇപ്പൊ ഇവിടെ യൂറോപ്യൻ എന്ന് കൊടുത്തു. ഇവിടെ ഇ ആണ് വന്നതെങ്കിലും അവിടെ എ ആണ് വന്നത്, എ ആണ് കൊടുത്തത്. കാരണം എന്താണ്? യൂറോപ്യൻ യു ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. യാ. ഇവിടെ യൂണിയൻ, അതേപോലെ തന്നെ യൂണിക്കോൺ, യൂണിയൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ യൂണിക്കോൺ. ക്ലിയർ ആയിട്ടുണ്ടാവുന്നത്?
ഇനി ദ എന്നുള്ളത്, ഈ ദാക്ക് നമ്മളൊരു പേര് പഠിച്ചു. ആരെയും ഓർക്കുന്നുണ്ടോ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. വെരി ഗുഡ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഇന്ന സാധനം എന്ന് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കും. അപ്പൊ അതിനാണ് നമ്മള് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദാ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ പേന എവിടെയാന്ന് ചോദിച്ചു. നിങ്ങൾ എന്നോട് ചോദിച്ചു പേന എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ. ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ. അപ്പൊ ഇവിടെ രണ്ടോടത്തും ദായാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ചോദിച്ച പേന നിങ്ങൾക്കും എനിക്കും അറിയുന്ന ഒരു മേശയുണ്ട്, ആ മേശയുടെ മുകളിലാണ്. അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആ മേശപ്പുറത്തേ നോക്കുള്ളൂ. അപ്പൊ 10-25 മേശയുണ്ട്. ആ മേശ ഉണ്ടെങ്കിൽ ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഏത് മേശയുടെ മുകളിലാണ് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മളിപ്പോ ക്ലാസ് റൂമിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ നമ്മളൊരു കാര്യം ചോദിച്ചു, അപ്പൊ ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ. അപ്പൊ നമ്മൾ സാധാരണ വെക്കാറുള്ള ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലായി അതാണ് ടേബിൾ എന്നുള്ളത്. പേന ഏതാന്നുള്ളത് പറഞ്ഞ ആൾക്കും കേട്ടാക്കും മനസ്സിലായി ഏതാണ് പേന എന്നുള്ളത്. അതിനൊക്കെയാണ് നമ്മൾ ഇതാ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോ എ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് ഏതോ ഒരു പേനയുണ്ട്. മേശപ്പുറത്ത് ഏതോ ഒരു, അതാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. എ ഉപയോഗിച്ചാൽ മേശപ്പുറത്ത് ഏതോ ഒരു പേനയുണ്ട്. അതൊന്നും കൂടി എളുപ്പത്തില് നമ്മള് കുറെ പന്തുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളെ പന്തുകൾ ചെറിയ ചെറിയ പന്തുകളാണ്. ക്രിക്കറ്റ് ബോൾ ആവട്ടെ. ഈ പന്തുകൾ നമ്മളിങ്ങനെ സഞ്ചിയിലാക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കാട്ടുമുക്കിലൂടെ ഒക്കെ കളിക്കാൻ പോവാണ്. അതിന്റെ സമയത്ത് സഞ്ചി പൊട്ടിയിട്ട് പന്തെല്ലാം മിസ്സായി. പന്തെല്ലാം കൂടി താഴേക്ക് വീണു. അപ്പൊ പന്തെല്ലാം കൂടി കാട്ടിലേക്ക് പോയതോടുകൂടെ പന്തൊന്നും കാണാനില്ല. നമ്മൾ തിരയാണ്. ഞാനൊരു കഥ ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പന്ത് കിട്ടിയാൽ നിങ്ങൾ എന്താണ് പറയാ? ഐ ഗോട്ട് എ ബോൾ എന്നാണോ, ഐ ഗോട്ട് 1 ബോൾ എന്നാണോ പറയാ? എന്താണ്? മൈ എന്നല്ല. അവിടെ ഒരുപാട് പന്തെല്ലാം കൂടി അവിടെ വീണു. നമ്മൾ തെരഞ്ഞു. അല്ലെങ്കിൽ 2 ബോള് 3 ബോളുണ്ട്. ഒരുപാട് ബോളാണ്. 3 ബോളുണ്ട്. നമ്മൾ പോണ വഴിയിൽ ഏതായാലും കളിക്കാനൊക്കെ കാട്ടിലൂടെയും പറമ്പിലൂടെയും മതിലെടുത്ത് ചാടിയിട്ടൊക്കെ ചിലപ്പോൾ പോവാം. അതിന്റെ ഇടയിൽ ഇതെല്ലാം കൂടി വീണ് പന്ത് മിസ്സായി. മിസ്സാകുന്ന സമയത്ത് തെരഞ്ഞു നോക്കിയപ്പോ നമ്മളെ കൂടെ ഉള്ള ആളോട് നിങ്ങൾക്ക് ഒരു ബോൾ കിട്ടിയപ്പോ നിങ്ങൾ പറയാണ് ഐ ഗോട്ട്, അല്ലെങ്കിൽ ഐ ഫൈൻഡ് ഔട്ട്, ഞാൻ കണ്ടെത്തി. എ ബോൾ ആണോ 1 ബോൾ ആണോ? എ ബോൾ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എ ബോൾ ഒരു പന്താണ്. ഏതോ ഒരു ഐ ഗോട്ട് എ ബോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരാത്തതിൽപ്പെട്ട ഏതോ ഒരു ബോൾ. ഇതിൽ പെടാത്ത ഒരു ബോൾ എനിക്ക് കിട്ടി. ഐ ഗോട്ട് എ ബോൾ, എനിക്ക് വേറൊരു പന്ത് കിട്ടി, ഏതോ ഒരു ബോൾ കിട്ടി എന്നാണ് അർത്ഥം വരിക. ഐ ഗോട്ട് 1 ബോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ 3 പന്ത് മിസ്സായി, അതിനകത്ത് ഒരു പന്തിന് കിട്ടി. അവിടെയാണ് 1 ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ 1 ആണ് ഉപയോഗിക്കേണ്ടത്. എ അവിടെ അല്ല ഉപയോഗിക്കേണ്ടത്. ഏതോ ഒരു പന്ത് കിട്ടി. നമ്മൾ തിരയുന്ന സമയത്ത് മുമ്പ് ആരേക്കുന്നോ വീണ് ഒരു പന്ത് കിട്ടുമ്പോഴാണ് നമ്മൾ ഐ ഗോട്ട് എ ബോൾ, എനിക്ക് വേറൊരു ബോൾ കിട്ടി. ഈ ബോളല്ല, നിങ്ങൾക്ക് അറിയുന്ന ബോളല്ല, അങ്ങനത്തെ ബോൾ കിട്ടി. അല്ലാതെ നമുക്ക് അറിയുന്ന ബോൾ ഉണ്ട്, അതിലൊന്നാണ് കിട്ടിയതെങ്കിൽ ഐ ഗോട്ട് 1 ബോൾ എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മളിങ്ങനെ ഒളിച്ചു കളിക്കണം. ഒരു 5 ആളുണ്ട്. ഇപ്പൊ എല്ലാവരും ഒരാൾ എണ്ണുന്നു, എല്ലാവരും പോയി ഒളിച്ചു. അപ്പോ നമ്മള് ഒരാളെ കണ്ടു. നമ്മളൊരാൾ കാണുമ്പോൾ നമ്മൾ പറയാണ് ഐ സോ 1 ബോയ് അല്ലെങ്കിൽ 1 ഗേൾ. ഞാൻ ഒരു കുട്ടിയെ കണ്ടു, ഒളിച്ചിരുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ 1 ഉപയോഗിക്കണം. കാരണം ആ കുട്ടി ഏതാ നമുക്കറിയാം. പക്ഷെ എന്നാണ് നമ്മൾ 1 ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഐ സോ എ ബോയ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു കുട്ടിയെ കണ്ടു. നമ്മളവിടെ ടീമിലൊന്നും ഉള്ള കുട്ടിയല്ല, വേറെ ഏതോ കുട്ടിയെ കണ്ടു. ഓനെ അവിടെ ഒളിച്ചിടുന്നുണ്ട്, നമ്മളിതിൽ പെട്ടല്ല, നിങ്ങൾക്കും അറിയില്ല എനിക്കും അറിയില്ല, അങ്ങനത്തെ ഒരു കുട്ടിയെ കണ്ടു. അതിനാണ് നമ്മൾ പറയാ ഐ സോ എ ബോയ് എന്ന് പറയുന്നത്. നമ്മളതിൽ പെട്ട ഒരു കുട്ടിയാണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമുക്ക് അറിയുന്ന കുട്ടിയാണെങ്കിൽ അവിടെ 1 എന്നുള്ളത് നമ്മൾ 1 ഉപയോഗിക്കണം. ക്ലിയർ ആയോ? ഇനി നമുക്ക് അറിയുന്ന സാധനം നമ്മൾ എണ്ണൊന്നും പറയുന്നില്ല, മേശപ്പുറത്ത് പേന എന്നൊക്കെ പറയുന്നുള്ളെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് ഇതാ. നമ്മൾ പിന്നെ ഇതാ സാധാരണഗതിയിൽ സൂര്യൻ ഏത് സൂര്യൻ നമ്മൾ ആരും ചോദിക്കാറില്ല. സൂര്യൻ ഒന്നേ ഉള്ളൂ. ആകാശം എന്ന് പറഞ്ഞാൽ ഒറ്റ ആകാശമാണ്. നമ്മൾക്ക് ആകാശം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഏതോ ഒരു ആകാശം എന്ന് പറയാറില്ല. ദസി, കടല്, ഇതൊക്കെ നമ്മള്
എല്ലാവർക്കും കടൽ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് സംഭവം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇതിനൊക്കെ മുന്നിൽ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക. സൂര്യൻ, ദ മൂൺ, ദ സ്കൈ, Sir. നമ്മൾ കണ്ടു പറയുമ്പോ സോ എന്നല്ലേ പറയാ? അതല്ലേ ഞാൻ പറഞ്ഞേ? ഞാൻ അതന്നല്ലേ പറഞ്ഞേ? ഐ സോ എ ബോയ് എന്നല്ലേ പറഞ്ഞേ? ഐ സോ വൺ ബോയ്. ഓക്കെ. ദ ഡോർ, ദ ഡോർ, ഓൺ ദ ഡോർ. എന്തെങ്കിലും ഒരു ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട്. പിന്നെ അപ്പൊ ദ ഡോർ എന്ന് നമ്മൾ പറയാം. ദ ഡോർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉമ്മാനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ മദറിനോട് ചോദിക്കുകയാണ്, എന്റെ ഡ്രസ്സ് എവിടെ? അപ്പൊ ഈ വാതിലില് ഡോർ ആങ്കർ ഉണ്ടെങ്കിൽ, വാതിൽമേലൊരു ആങ്കർ ഉണ്ടെങ്കിൽ എന്ന് പറയാണ് ദാറ്റ് ഈസ് ഓൺ ദ ഡോർ. അത് ആ ഡോർമിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഉമ്മ ഉപയോഗിക്കുന്ന റൂമിന്റെ അല്ലെങ്കിൽ മദർ ഉപയോഗിക്കുന്ന റൂമിന്റെ ഒരു ഡോർ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ നേരെ ആ ഡോറിന്റെ അടുത്തേക്ക് പോകും. നമ്മൾ ഏതെങ്കിലും ഒരു ഡോർ അല്ല, നമ്മള് ദ ഡോർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇന്ന ഡോറാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അവിടെയാണ് നമ്മൾ ഇതാ ഉപയോഗിക്കുക. ഏതെങ്കിലും ഒരു ഡോറിന്റെ മുകളിൽ ഉണ്ടാവും എന്ന് തെരഞ്ഞു നോക്കെന്ന് പറയാനാണെങ്കിൽ എ ഡോർ എന്ന് പറഞ്ഞാൽ മതി. അതിനാണ് ദ ടേബിൾ. ഞാൻ നേരത്തെ പറഞ്ഞു മേശപ്പുറത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച മേശ ഏതാണോ അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറയാണ് വേർ ഈസ് ദ പെൻ. നിങ്ങൾ ചോദിച്ചു എവിടെയാണ് പെൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളോട് ദ പെൻ ഈസ് ഓൺ എ ടേബിൾ. പേന ഒരു മേശയുടെ മുകളിലുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ മേശയും തപ്പേണ്ടി വരും, എല്ലാ മേശയും നോക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു സ്റ്റാഫ് റൂം ആണെങ്കിൽ ദ പെൻ ഈസ് ഓൺ എ ടേബിൾ. പേന ഏതോ ഒരു മേശയുടെ മുകളിലുണ്ട്. അതായത് ഏതോ ഒരു ടീച്ചറുടെ മേശപ്പുറത്ത് അത് ഉണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് അവിടെ ഞാൻ എ ഉപയോഗിക്കാം. പക്ഷെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു പേന എവിടെ വെച്ചാൽ ഞാൻ പറഞ്ഞു ദ പെൻ ഈസ് ഓൺ ദ ടേബിൾ എന്ന് പറഞ്ഞാൽ അത് മേശപ്പുറത്തുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികം നിങ്ങൾക്ക് അറിയാം ഞാൻ അധ്യാപകനാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന മേശയുടെ മുകളിലായിരിക്കും ആ പേന ഉണ്ടാകുക എന്നുള്ളത്. അവിടെ ദ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ ഉപയോഗിച്ചാൽ അത് മനസ്സിലാവില്ല. ഏതോ ഒരു മേശപ്പുറത്തുണ്ടാവും. അപ്പൊ എല്ലാ മേശപ്പുറവും നിങ്ങൾ നോക്കേണ്ടി വരും. അതാണ് ദായും എയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എയും ആനും ഒരേ മീനിങ് ആണ്. അത് എവിടെ ആൻ ഉപയോഗിക്കണം എവിടെ എ ഉപയോഗിക്കണം എന്ന് നമ്മൾ മുമ്പ് നോക്കിയതാണ്. ദ വിൻഡോ എന്ന് പറഞ്ഞാൽ ജനല തുറക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാണ് പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിൻഡോ എന്ന് പറയാതെ പുറത്തിറങ്ങി പോയിട്ട് ഏതെങ്കിലും റൂമിന് വിൻഡോ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇരിക്കുന്ന ആ റൂമിലുള്ള വിൻഡോക്കാണ് നമ്മൾ ദ വിൻഡോ എന്ന് അവിടെ പറയുമ്പോൾ അതിന്റെ അർത്ഥം വരിക. പ്ലീസ് ഓപ്പൺ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തെ റൂമിൽ പോയി കണ്ട് വിൻഡോ തുറന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ റൂമിലുള്ള വിൻഡോ ആണ് പറയുന്നത് എന്ന് നമുക്ക് അതിന് മനസ്സിലാകും. ഇതാണ് നമ്മൾ പറയണ ഓപ്പൺ എ വിൻഡോ. എ വിൻഡോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജനൽ തുറന്നാൽ മതി. ഇതിനകത്ത് തീരെ എയർ സർക്കുലേഷൻ ഇല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ജനൽ തുറക്കുക എന്ന് പറയാനാണ് എ വിൻഡോ എന്ന് പറയുന്നത്. ദ ട്രീ, അതും നമുക്ക് അറിയുന്ന ഒരു മരം. ഇനി നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ് ദ എന്നാണോ വായിക്കേണ്ടത് ദി എന്നാണോ വായിക്കേണ്ടത്. നമ്മൾ രണ്ടുമാണ് വായിച്ചു പോകും, അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതിന് കൃത്യമായ ഒരു പ്രൊനൗൺസിയേഷൻ നിയമമുണ്ട്. ദ വായിക്കണോ ദി വായിക്കണോ എന്നുള്ളത്. നമ്മളിപ്പോ ഇവിടെ ദ ദി കൊടുത്തിട്ടുണ്ട്. ദി വായിക്കുന്നത് വവ്വൽസിന്റെ മുന്നിലാണ്. ദി എന്ന് പറയാം. ഇപ്പോ ആപ്പിൾ, അതിന് മുമ്പിൽ ദായാണോ ദി ആണോ? ദി ആപ്പിൾ. ആപ്പിൾ. യൂണിയൻ, അതിന്റെ മുമ്പ് ദ യൂണിയൻ. ദ യൂണിയൻ. ടേബിൾ. ദ ടേബിൾ. ചെയർ. ദ ചെയർ. എല്ലാവരും പറയും. എല്ലാവരും മൈക്ക് ഓൺ ചെയ്തോ. എല്ലാവരും പറയും. ഒരാള് പോലും മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്നാൽ നമ്മള് ഇരുത്തം ഓക്കെ. ഇനി പിന്നെ അംബ്രല്ല. ബോൾ.
ബോൾ. The ball. The ball. The ball. The ball. അപ്പൊ അതിൻ്റെ ഒരു ഐഡിയ കിട്ടി. ഇനി നമ്മള് ഇവിടെ ഇവിടെ ദ ആണോ ദി ആണോ സൗണ്ട് കൊടുക്കേണ്ടത് എന്നതിന് നമ്മളിവിടെ കളറാണ് ഇപ്പൊ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കളർ പച്ചയാണെങ്കിൽ ദി പറയണം, ഓറഞ്ച് ആണെങ്കിൽ ദ പറയണം. അതിനു വേണ്ടിയിട്ട് അത് എങ്ങനെ സൗണ്ട് പറയണം എന്നുള്ളതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത കളറാണ്. ഇനി ടേബിൾ നിങ്ങൾ പറയും ഏതാണ്? The table. The table. ദ ടേബിൾ. അപ്പൊ ഓറഞ്ചാ കൊടുത്തിട്ടുള്ളത് ദ ടേബിൾ. ഇനി ഓഷ്യൻ. The ocean. The ocean. The ocean. ദി ഓഷ്യൻ. ഇനി ഇമേജ്. The image. The image. ഓക്കെ. The image. യൂണിവേഴ്സിറ്റി. The university. The university. The university. ദ ആണോ ദി ആണോ? The. ദ. എന്തുകൊണ്ട് ദ? അവിടെ യു സൗണ്ട് ആണ്. യു. അപ്പൊ ദ യൂണിവേഴ്സിറ്റി. ആപ്പിൾ. The apple. The apple. പൈനാപ്പിൾ. The pineapple. The pineapple. The pineapple. പൈനാപ്പിൾ അതൊരു ആപ്പിൾ അല്ലേ? അതൊരു ആപ്പിൾ അല്ലേ? അവിടെ ആപ്പിൾ ആണോ പത്തക്കയാണോ എന്നുള്ളതൊന്നും നമ്മള് നോക്കുന്നില്ല. നമ്മളവിടെ സൗണ്ട് എന്താണെന്നേ നോക്കുന്നുള്ളൂ. പൈനാപ്പിൾ. ഇനി ദ എൻഡ് ആണോ ദി എൻഡ് ആണോ? ദി എൻഡ്. നമ്മള് പല വീഡിയോകളും കാണുമ്പോൾ ദി എൻഡ് എന്ന് കാണാറുണ്ട്. എസ്പെഷ്യലി നമ്മള് ടോം ആൻഡ് ജെറി ഒക്കെ കാണുമ്പോ ദി എൻഡ് എന്ന് കാണാറുണ്ട്. അപ്പൊ ദ എൻഡ് ആണോ ദി എൻഡ് ആണോ? ഏതാണ്? The end. The end. ദി എൻഡ്. പെൻസിൽ. The pencil. ദ പെൻസിൽ. The pencil. ഇനി ഒനിയൻ. സോറി അയൺ ബോക്സ്. The iron box. Iron box. The iron box. അയൺ. അപ്പൊ ദി അയൺ ബോക്സ്. ഓണസ്റ്റ്. The ദി ഓണസ്റ്റ്. ദി ഓണസ്റ്റ്. യഥാർത്ഥത്തില് A-E-I-O-U. അപ്പൊ E-A-I എന്നൊക്കെ പറയുമ്പോ ഈ സൗണ്ട് ആണ്. ഈ സൗണ്ട് വരുന്ന അവിടെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. അവിടെ ഡി പറയണം. ഡി പറയണം. A-E-I എന്നൊക്കെ പറയുമ്പോ ഈ സൗണ്ട് അല്ലേ വരുന്നത്. അപ്പൊ അവിടെ ഡി എന്നുള്ള ഭാഗം ഉപയോഗിക്കാം. അതാണ് വവ്വൽസിന്റെ മുമ്പിൽ ഡി, അല്ലാത്തതിന്റെ മുമ്പിൽ ദ. ടൈഗർ ദ. എലഫന്റ്. The tiger. The elephant. The elephant. The elephant. The elephant. The elephant. The elephant. ഇനി ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോയാൽ മതി. ദ ആണോ ദി ആണോ? The. ദി അംബ്രല്ല. ആ ആണ് സൗണ്ട്. ഇനി അടുത്തത് The forest. The forest. The forest. The forest. 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 എല്ലാവരും മറുപടി പറയണേ. The outlet. The outlet. The outlet. വവ്വൽസ് സൗണ്ട് ആണോ ദി? വവ്വൽസ് ആണോ ദി? വവ്വൽസ് സൗണ്ട് ആണോ ഉടനെ ദി പറയണം. എവിടെയാണോ വവ്വൽസ് സൗണ്ട് വരുന്നത് അവിടെ ദി പറയണം. ദി. ദ പറയേണ്ടത് വവ്വൽസ് അല്ലാത്ത കോൺസണന്റ്. ദ പറയുന്നത് ഒരുപാട് അക്ഷരങ്ങളുണ്ട്. കോൺസണന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട്. മറ്റത് ആകെ 5 എണ്ണല്ലേ ഉള്ളൂ. വവ്വൽസ് ആകെ 5 എണ്ണേ ഉള്ളൂ. A-E-I-O-U 5 ഉള്ളൂ. അവിടെ ഡി.
ഓനുള്ളത് ദ ആണ്, അവിടെ കോൺസണന്റ് ആണ്, അവിടെ ദ പറയണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നമ്മളൊന്ന് മനസ്സിലൊന്ന് ഉറപ്പിക്കണം. ഇന്റർവെൽ. The interval. The interval. The carpet. The carpet. The carpet. The carpet. The carpet. The MBA course. The MBA course. The MBA course. The mango. The mango. The mango. The mango. Okay. The mango. The teacher. The teacher. The teacher. The teacher. ഇനി ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾ 10 വവ്വൽസ് 10 ആനിന് ഉദാഹരണങ്ങളും 10 ഏക്ക് ഉദാഹരണങ്ങളും എഴുതിയാണ്. 10 ആനിന് ഉദാഹരണങ്ങൾ, 10 ഏക്ക് ഉദാഹരണങ്ങൾ. മനസ്സിലായോ? എവിടെ ആൻ ഉപയോഗിക്കണം, എവിടെ എ ഉപയോഗിക്കണം, അത് 10 എണ്ണം വീതം എഴുതുക. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഇനി അപ്പോ പിന്നെ ദി എവിടെ ദ ഉപയോഗിക്കണം, എവിടെ ദി ഉപയോഗിക്കണം, അത് 5 എണ്ണം മതി. 5 ദ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങൾ, 5 ദി പറയേണ്ട സ്ഥലങ്ങൾ. ഉപയോഗിക്കാൻ എല്ലാം ഒരേപോലെ തന്നെ ഉപയോഗിക്കല്. അപ്പൊ നിങ്ങളൊരു കള്ളി വരയ്ക്കുക. അവിടെ മലയാളത്തില് ദ എന്ന് ഇംഗ്ലീഷിൽ ദ എഴുതുക, എന്നിട്ട് മലയാളത്തിൽ എഴുതുക. ഇപ്പുറത്തത് ദി എഴുതുക, മലയാളത്തിൽ എഴുതുക. അപ്പൊ ദ ആണോ ദി ആണോ എനിക്ക് മനസ്സിലാവും. അത് എന്നിട്ട് നിങ്ങൾ അതിന്റെ ചോടെ ദ പറയുന്ന വേർഡുകൾ എന്റെ ചോടെ എഴുതുക, ദി പറയുന്ന വേർഡുകൾ അതിന്റെ ചോടെ എഴുതുക. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ഹോംവർക്ക് നമ്പർ ഞാൻ ഗ്രൂപ്പിൽ അയക്കും. ആ നമ്പറിലേക്കാണ് ഹോംവർക്ക് അയച്ചു തരേണ്ടത്. നിങ്ങൾ ഇതുവരെ കോണ്ടാക്ട് ചെയ്ത എന്റെ പേഴ്സണൽ നമ്പറിലല്ല നിങ്ങൾ ഹോംവർക്ക് അയച്ചു തരേണ്ടത്. വേറെ നമ്പർ ഞാൻ തരാം, അതിലേക്കാണ് നിങ്ങൾ ഹോംവർക്ക് അയച്ചു തരേണ്ടത്. പിന്നെ ഇതിന്റെ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇനി ഒരു വോയിസ് ആണുള്ളത്. ആ വോയിസ് നിലവിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു വോയിസ് ആണ് ഇപ്പൊ ഉള്ളത്. ഞാനത് മാറ്റാൻ ട്രൈ ചെയ്തതാണ്, പക്ഷെ അത് ചെറിയ എറർ കാരണം അത് മാറ്റിയിട്ടില്ല. ഇന്ന് തൽക്കാലം ഈ വോയിസ് നിങ്ങൾ കേൾക്കുക, അത് വോയിസ് ഓവർ ആക്കി അയച്ചു തരിക. നാളെ വേറെ വോയിസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നിങ്ങൾ ഈ വോയിസ് ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കുക. Chapter 1. Beauty's Family. A rich man lives in a big city near the sea. He has got 3 daughters and 3 sons. കേട്ടോ? ഇത് ഇതേപോലെ ഇതേ പ്രൊനൗൺസിയേഷനില് നിങ്ങളിത് കേൾക്കുക, എന്നിട്ട് അത് വോയിസ് ആയിട്ട് ഓഡിയോ ആയിട്ട് വാട്സപ്പിൽ അയച്ചു തരാം. നമ്പർ ഞാൻ അയച്ചു തരാം. ഒന്നും കൂടി കേൾക്കുക. നിങ്ങൾക്ക് വോയിസ് ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ഈ നിരന്തരം പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ ഇംഗ്ലീഷിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക. Chapter 1. Beauty's Family. A rich man lives in a big city near the sea. He has got 3 daughters and 3 sons. Chapter 1. Beauty's Family. A rich man lives in a big city near the sea. He has got 3 daughters and 3 sons. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമുക്കിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോ ഈ ഗ്രൂപ്പിൽ തന്നെ ഇന്നത്തെ ക്ലാസ് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഇതിനകത്തുണ്ട്. അവർക്ക് തന്നെ അറിയാം ആ ക്ലാസ് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ്. അവരൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വന്ന് അതിനെ റെസ്പോണ്ട് ചെയ്തവരാണ് ഇപ്പോഴും ക്ലാസ്സിൽ കയറിയിട്ടുള്ളത്.
അവർക്കറിയാം അത് ഒരു അത്രയത്തോളം ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ്. അല്ലാതെ ക്ലാസ്സിൽ കയറിയിട്ട് പിന്നെ വൈക്ക് തിരിഞ്ഞു നോക്കാത്തവർ പിന്നെ വന്നിട്ടില്ല. അപ്പൊ നന്നായി പെർഫോം ചെയ്ത് റാങ്കിൽ അന്ന് എക്സാം നടത്തിയിട്ട് റാങ്കിലൊക്കെ വന്നവർ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്. കാരണം എഫക്റ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവര് പിന്നെയും അതിനകത്ത് വന്ന് ചേർന്നിട്ടുള്ളത്. ഇപ്പൊ ക്ലാസ് ഇതിപ്പോ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇതേപോലെ 40 ക്ലാസ്സുകളോളം നമുക്ക് പോകാനുണ്ട്. 40 ക്ലാസ് പോകുമ്പോഴേക്കും നമ്മൾ ഏറെക്കുറെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നമുക്ക് എന്തായാലും ഉണ്ടാകും. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ഗൈഡൻസ് നമ്മൾ തരും. അതിന്റെ സപ്പോർട്ട് നിങ്ങളുടെ പേരന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങളുടെ ഹാർഡ് വർക്ക്, അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിങ്ങളുടെ പേരന്റ് വർക്ക് ചെയ്യുന്നതും ഇവിടെ ബാക്കി ടീച്ചർ അല്ലെങ്കിൽ ഈ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതൊക്കെ സ്റ്റുഡന്റ് ആയ നിങ്ങളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ആത്മാർത്ഥത അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. സർ, ഒരു മിനിറ്റ് സർ. ഓക്കെ സർ, ഹോംവർക്ക് പറഞ്ഞില്ലായിരുന്നോ? അതൊന്നും കൂടി ഒന്ന് പറയാവോ?